ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ അനുവദിക്കുന്ന കാര്യത്തിൽ ഇറാൻ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവുമായി ട്രംപ് അല്പം മുമ്പ് രംഗത്ത് വരികയാണ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പുതിയ ഇറാനുമായി ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തൽ വരുന്നത്. ചിലർ ഇതിനെ അന്തസ്സില്ലാത്ത നടപടി എന്ന് പോലും വിശേഷിപ്പിച്ചേക്കാമെന്നും US-ഉം ഇറാനും തമ്മിലുള്ള കരാർ ഇങ്ങനെയല്ല എന്നും ട്രംപ് പറയുകയാണ്. ടോൾ പിരിവിനെതിരെയും ട്രംപിന്റെ വിമർശനമുണ്ടായ കാര്യം അജയ് പറഞ്ഞിരുന്നു. ഒപ്പം ഇറാന്റെ ഹോർമുസിലെ നിലപാടിനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ട്രംപ്. ചില തിരിച്ചറിവുകളൊക്കെ ട്രംപിന് സംഭവിക്കുന്നു എന്നുള്ളതാണ് നിർണായകം. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളുടെ അടക്കം വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിനുണ്ട്. യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിയത് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണമായിരുന്നു, ഹോർമുസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അവിടെ പുതിയ ചില നിലപാടുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ടോൾ പിരിക്കാൻ പോകുന്നു, അവരുടെ സേനയുടെ പിന്തുണ വേണമെന്ന് പറയുന്നു, ഒരു ദിവസം 15 കപ്പലുകൾ മാത്രം കടത്തിവിടാമെന്ന് നിബന്ധന വെക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിപ്പോൾ അജയ്, ട്രംപിൻ്റെ പുതിയ പ്രസ്താവനകൾ വരികയാണ്, അത് ഇറാനെതിരെയാണ്. എന്ത് മനസ്സിലാക്കണം? ട്രംപ് ഇപ്പോൾ നിലവിൽ 2 പോസ്റ്റുകളാണ് ഇട്ടിട്ടുള്ളത് ട്രൂത്ത് സോഷ്യൽ. ആദ്യം വന്നിട്ടുള്ള പോസ്റ്റിലാണ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി ടോൾ പിരിക്കുന്നതിനെതിരെ ട്രംപ് നിലപാടെടുത്തിട്ടുള്ളത്. രണ്ട് പോസ്റ്റുകളാണെങ്കിലും അതിൽ 2 വരികളിലൂടെയുള്ള വിശദീകരണം മാത്രമേ ട്രംപ് നൽകിയിട്ടുള്ളൂ. മുൻപ് ഇറാന് എതിരെ അദ്ദേഹം ഇട്ടിട്ടുള്ള പോലെയുള്ള നെടുനീളൻ പോസ്റ്റുകളൊന്നും ഇപ്പോൾ കാണാനില്ല. ചിലപ്പോൾ ഈ സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് കരുതിയിട്ടാകും നിലവിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള ഈ പോസ്റ്റുകളിൽ ഒന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ ടോൾ പിരിക്കുന്നതിനെതിരെ. രണ്ടാമത് അദ്ദേഹം നടത്തുന്നത് അതിൽ കൃത്യമായിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നില്ല. അദ്ദേഹം എന്നാലും അതിൽ പറയുന്നത് ഇറാൻ ഹോർമുസിൽ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല, ഇത് തീർച്ചയായിട്ടും അത് ഒരു പ്രതിഷേധാർഹമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ട്രംപ് രണ്ടാമത്തെ പോസ്റ്റ് ഇടുന്നത്. എന്തായാലും ഇത്തരം നടപടികൾ ഇറാൻ നിർത്തിവെക്കണം എന്നുള്ള രീതിയിലാണ് ട്രംപ് ഈ 2 പോസ്റ്റും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടോൾ പിരിവിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണം, അതായത് 15 കപ്പലുകളെ മാത്രമേ കടത്തിവിടൂ എന്നുള്ള നിലപാട്, ഇത് രണ്ടും ആയിരിക്കാം ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മറ്റ് ഗൾഫ് നാടുകളാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം JD വാൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം വന്നിരുന്നു. ഇപ്പോൾ JD വാൻസ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകളുടെ ഗതാഗതം അത് കുറച്ചുകൂടി സുഗമമായി, ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നു എന്നെല്ലാമാണ്. ട്രംപും ഇക്കാര്യം പിന്നീട് ആവർത്തിക്കുന്ന നിലപാടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസും പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവന ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ, ഗൾഫ് നാടുകൾ ഉൾപ്പെടെ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച് വന്നതോടെയാണ് ട്രംപ് നേരെ തൻ്റെ ഒരു പരാമർശം തിരുത്തിക്കൊണ്ട് ഈ ഹോർമുസിൽ ഇറാൻ കൂടുതൽ നിയന്ത്രണം കടുപ്പിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് പ്രസ്താവന എത്തിച്ചത്. എന്തായാലും ഇത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനം വേണമെന്നതാണ് ട്രംപിൻ്റെ ആവശ്യം. എന്തായാലും നാളത്തെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഒരു പ്രധാന വിഷയമായിട്ട് വരാൻ സാധ്യതയുമുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണണം ട്രംപിൻ്റെ പുതിയ നിലപാട് ഈ പുതിയ ശ്രമങ്ങളിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളത്. അതേസമയം ലെബനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നെതന്യാഹുവാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ലെബനൻ സർക്കാരുമായി എത്രയും വേഗം ചർച്ചകൾ ആരംഭിക്കും, അതിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് ഒരു പുതിയ സാഹചര്യം ഒരുക്കുകയാണ്. പക്ഷെ നമുക്കറിയാം അവിടെ ഹിസ്ബുള്ളയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഹിസ്ബുള്ളക്കെതിരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതിനാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത് എന്നുള്ളതാണ് നെതന്യാഹു ആവർത്തിക്കുന്ന പശ്ചാത്തലം ഉണ്ടാക്കിയത്. പക്ഷേ അപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം വീണ്ടും ആക്രമണം ഉണ്ടാവുകയും ശക്തമായ ആക്രമണം ഉണ്ടാവുകയും ഹിസ്ബുള്ള നേതാവ് നയിം ഖാസിമിൻ്റെ അനന്തരവനെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു ഇസ്രായേൽ. IDF ബെയ്റൂട്ട് പ്രദേശത്ത് ആക്രമണം നടത്തിയെന്നും മറ്റും പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ലെബനിലുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ 300-ൽ ആളുകൾ, സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടത്തിയത്. ഇതിനിടയിലാണ് വീണ്ടും നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങൾ ചർച്ചയിലേക്ക് പോവുകയാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കും എന്നൊക്കെ. ഒരുപക്ഷെ ലെബനിലെ സർക്കാരിൻ്റെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഉണ്ടായേക്കാമെങ്കിൽ പോലും ഹിസ്ബുള്ളയെ അനുനയിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഇറാൻ്റെ പിന്തുണയുള്ള വലിയൊരു ഗ്രൂപ്പാണ് അത്, നമുക്കതറിയാം. ഇസ്രായേലിനെതിരെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് സമാധാനവും ചർച്ചയും ഒരു സ്ഥലത്ത് ആക്രമണവും എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യമാണ്. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായിരിക്കും അജയ് ഇതിൻ്റെ ഈ പറഞ്ഞ ചർച്ചകളുടെ ഒരു ആത്യന്തിക റിസൾട്ട്?
രഞ്ജിത്ത്, ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ അംഗീകരിക്കുന്നില്ല. ലെബനന്റെ ഔദ്യോഗിക സർക്കാരുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ചർച്ചകൾക്ക് തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലെബനന്റെ സർക്കാരാണെങ്കിലും ഔദ്യോഗികമായി തന്നെ നേരത്തെ ഹിസ്ബുള്ളയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാനുമായിട്ടുള്ള സംഘർഷം ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ തന്നെ ലെബനൻ സർക്കാർ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഇത്തരത്തിൽ ഈ ഹിസ്ബുള്ളയെ എതിർക്കുന്ന ലെബനന്റെ ഔദ്യോഗിക സർക്കാരുമായിട്ടാണ് ഇസ്രായേൽ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത്. ലെബനന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാഫ് സലാം അദ്ദേഹം കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നിട്ട് ഷഹബാസ് ഷെരീഫിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ഇസ്രായേലുമായിട്ട് ചർച്ചകൾ നടത്താൻ താല്പര്യമുണ്ട്, ഇത് ഉടൻ തന്നെ എത്രയും വേഗം ഇത്തരം ചർച്ചകൾക്കുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അദ്ദേഹം പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കം നടന്നതായിട്ട് നമുക്ക് അറിവില്ല. എന്നാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് അവർ മുൻകൈ എടുത്തിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കുകയായിരുന്നു ലെബനനുമായി ചർച്ചകൾ നടത്താൻ തങ്ങൾ തയ്യാറാണ്, ഇതിനായി എത്രയും വേഗം ഒരു സമയവും സ്ഥലവും നിശ്ചയിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലെബനൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് തങ്ങൾക്ക് ക്ഷണം ലഭിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഒരു വെടിനിർത്തലിലൂടെയുള്ള ചർച്ചയല്ല ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അവർ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചർച്ചകൾ പുരോഗമിക്കണം, അതേസമയം വെടിനിർത്തൽ തൽക്കാലത്തേക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഭാവി എന്താണെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇതിനിടെ അമേരിക്കയുടേതായ ഒരു പ്രസ്താവന വരുന്നത് ഇറാനിൽ 13,000-ലധികം ആക്രമണങ്ങൾ വിജയകരമായി നടത്തി എന്നുള്ളതാണ്. ആയിരക്കണക്കിന് തവണ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ അതിർത്തികളിലൂടെ സഞ്ചരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള വെടിനിർത്തലിന് അനുസൃതമായി US സേന ആക്രമണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യമാണ് US ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമാക്കി എന്നും കൃത്യമായി ഞങ്ങളത് നേടിയെടുത്തുവെന്നും US സെൻട്രൽ കമാൻഡിന്റെ തലവൻ കൂടിയായ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കുകയാണ്. സ്വന്തം അതിർത്തികൾക്കപ്പുറത്തേക്ക് ശക്തി വ്യാപിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവ് ഞങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന് പറയുന്നു. ഈ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കി എന്നും എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈ കൂപ്പർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. അതായത് ഇറാന്റെ നാഗരികത നശിപ്പിക്കുമെന്നും മറ്റുമായിരുന്നല്ലോ ട്രംപിന്റെ പ്രസ്താവനയായി വന്നിരുന്നത്. ഇറാന്റെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശേഷി ഇറാന് ഉണ്ടാവില്ല എന്നും അമേരിക്ക അവകാശപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.